മഹേഷ് നാരായണൻ ചിത്രത്തിലാണ് മോഹൻലാൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. മഹേഷ് നാരായണനും മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ചെത്തുന്ന വമ്പൻ ചിത്രത്തിന്റെ ഗംഭീര സീക്വൻസുകളിലാണ് മോഹൻലാൽ വരുന്നത്. അതിൽ തന്നെ ആക്ഷൻ സീക്വൻസുകളാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിന്റെ ഭാഗമായി ലൊക്കേഷനിൽ നിന്നും മിഡ് നൈറ്റിൽ ആക്ഷൻ സീക്വൻസുകൾ എടുക്കുന്നു എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള ചിത്രങ്ങളും ഈ ചിത്രത്തിൽ പ്രവർത്തിക്കുന്നവർ പങ്കുവച്ചപ്പോൾ മോഹൻലാലിന് വേണ്ടി ഗംഭീര ആക്ഷനാണ് ഈ ചിത്രത്തിൽ ഒരുക്കുന്നത് എന്നാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. മോഹൻലാലിന് വേണ്ടി മാത്രം പേട്രിയോട്ട് എന്ന ചിത്രത്തിൽ 3 ഫൈറ്റ് സീക്വൻസുകൾ ഉണ്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ ഒരു ഫോറസ്റ്റ് ഫൈറ്റ് സീൻ മോഹൻലാലിന്റെ ഐക്കോണിക് സംഭവം തന്നെ വരാൻ പോകുന്നു എന്ന കാര്യങ്ങൾ കൂടി വരികയാണ്. ഇങ്ങനെയും ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. എങ്ങനെയാണോ ആരാധകർക്ക് ഒരു മോഹൻലാൽ ചിത്രം അപ്പീലാകുന്നത് ആ രീതിയിൽ തന്നെയാണ് ഈ ചിത്രവും പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മോഹൻലാലിന് വേണ്ടി മാത്രം ഫൈറ്റ് സീക്വൻസുകളും അതിൽ തന്നെ 3 ഫൈറ്റ് സീക്വൻസുകളാണ് ചെയ്തിരിക്കുന്നതെന്നും കൂടാതെ മോഹൻലാലിനോട് 10-15 ദിവസം എക്സ്ട്രാ ചോദിച്ചിട്ടുണ്ടെന്നും ഇതിൽ വന്ന ചില മാറ്റങ്ങളോട് മോഹൻലാൽ അംഗീകരിച്ചുവെന്നും നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിരുന്നു. മോഹൻലാലിന് കൂടുതൽ പ്രാധാന്യം ഈ ചിത്രത്തിൽ വരുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത്. മമ്മൂട്ടി ഇതുവരെയും ഈ ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്തില്ല, പക്ഷേ ഉടനെ തന്നെ ജോയിൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ കഴിഞ്ഞ ദിവസം തന്നെ മമ്മൂട്ടിയുടെ ലേറ്റസ്റ്റ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നത് വലിയ രീതിയിൽ തരംഗവുമായിരുന്നു. പേട്രിയോട്ട് എന്ന ചിത്രത്തിലേക്കാണ് മമ്മൂട്ടി അടുത്തതായി ജോയിൻ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പേ തന്നെ മോഹൻലാലിന്റെ പല ഗംഭീര സീക്വൻസുകളും ഷൂട്ട് ചെയ്യുന്ന തിരക്കുകളിലാണ് ഇവർ ഉള്ളതും. ഇതിന്റെ ഭാഗമായി ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കും മറ്റ് അണിയറ പ്രവർത്തകർക്കും പോലുള്ള മോഹൻലാലിന്റെ വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായത് നമ്മൾ കണ്ടിരുന്നു. ചങ്ങരംകുളത്തെത്തിയ മോഹൻലാലിന്റെ വീഡിയോകളാണ് വലിയ രീതിയിൽ വൈറലായത്. മോഹൻലാലിനൊപ്പം ചിത്രത്തിന്റെ നിർമ്മാതാക്കളും ഒപ്പമുണ്ടായിരുന്നു. ആക്ഷൻ സീക്വൻസുകൾ ചെയ്യുമ്പോൾ മോഹൻലാലിന്റേതായി 2 സോളോ ഫൈറ്റുകളാണ് ഈ ചിത്രത്തിൽ ഉള്ളതെന്നും ഒരെണ്ണം മമ്മൂട്ടിക്കൊപ്പമാണെന്നും പറയുന്നുണ്ട്. ആരാധകർക്ക് ഗംഭീര വിരുന്നാകുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ വരുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയും എല്ലാവർക്കുമുണ്ട്. ഈ കാര്യങ്ങളുടെ അപ്ഡേറ്റുകൾ പങ്കുവച്ചുകൊണ്ടാണ് പലരും സോഷ്യൽ മീഡിയയിൽ ഗംഭീര അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുന്നതും. അതിനൊപ്പം തന്നെ മോഹൻലാലിന്റെ ചില ലുക്കുകളും ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ജ്വല്ലറി ആഡൊക്കെ വന്നപ്പോൾ മോഹൻലാൽ ഗംഭീര സ്റ്റൈലിൽ പ്രസന്റ് ചെയ്തേക്കുന്നത് കണ്ട് ആരാധകർ അതിശയിച്ചു പോയതും ആ വീഡിയോകളുടെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയതും കൗതുകം ജനിപ്പിക്കുന്ന കാര്യമായി മാറി. എന്തായാലും മോഹൻലാൽ ആരാധകർക്ക് പല വിരുന്നുകളാണ് മോഹൻലാൽ നൽകിക്കൊണ്ടിരിക്കുന്നതും. ഇതിനൊപ്പം തന്നെ മോഹൻലാലിന്റേതായി ലേറ്റസ്റ്റ് റിലീസായി എത്തിയത് കണ്ണപ്പ എന്ന ചിത്രമാണ്. കണ്ണപ്പയ്ക്ക് പോലും ഗംഭീര റെസ്പോൺസ് ആണ് അന്യഭാഷയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. കാരണം കേരളത്തിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടാത്ത സിനിമ ഗംഭീര ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു ബോക്സ് ഓഫീസ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിൽ ആദ്യ ദിവസം 26.50 ലക്ഷവും, രണ്ടാം ദിവസം 21 ലക്ഷവും, മൂന്നാം ദിവസം 24.40 ലക്ഷവും ഈ കണ്ണപ്പ നേടിയിരുന്നു. അങ്ങനെ 3 ദിവസം കൊണ്ട് 71.90 ലക്ഷമാണ് ഇതുവരെ കണ്ണപ്പ നേടിയിരിക്കുന്നത്. അതിൽ തന്നെ 3 ദിവസം കൊണ്ട് കണ്ണപ്പ ഏതാണ്ട് 40.15 കോടി ഗ്രോസ് നേടിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും തെലുങ്കിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. ഒരു ബ്ലോക്ക് ബസ്റ്ററിലേക്ക് തന്നെയാണ് കണ്ണപ്പ എന്ന ചിത്രം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നതും. മോളിവുഡ് എന്തായാലും ഗംഭീരമായി പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ കൂടിയാണ് മോഹൻലാൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം. മോളിവുഡിന് തന്നെ ഏറ്റവും ഗംഭീരമായ ബജറ്റുള്ള ചിത്രവും അതിനൊപ്പം തന്നെ സ്റ്റാർ കാസ്റ്റിലും വമ്പനാകുമ്പോൾ വലിയ ഹൈപ്പാണ് പ്രേക്ഷകർക്കിടയിൽ ഈ ചിത്രത്തിന് ഉണ്ടാകുന്നത്. ഒരു 2020 എന്ന ചിത്രം കഴിഞ്ഞ് ഇത്രയും സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു ചിത്രം പിന്നീട് സംഭവിച്ചിട്ടില്ല. ഇപ്പോഴാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തുന്ന ഒരു ചിത്രം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ എന്തുമാത്രം സ്വീകാര്യത കിട്ടും എന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ ഒരുക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും. അതിന്റെ ഭാഗമായാണ് മോഹൻലാലിന്റെ ഈ ആക്ഷൻ സീക്വൻസുകളൊക്കെ വരുന്നതും. ഇതിന്റെയൊക്കെ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുമ്പോഴാണ് മറ്റൊരു ഇതിഹാസ ചിത്രത്തിന്റെ അപ്ഡേറ്റുമായി ഇന്ത്യൻ സിനിമ തന്നെ എത്തിയിരിക്കുന്നത്. മോളിവുഡിൽ മോഹൻലാൽ മമ്മൂട്ടി ഒന്നിക്കാൻ പോകുന്ന മഹേഷ് നാരായണൻ ചിത്രമാണ് ഏറ്റവും വലിയ സിനിമയെങ്കിൽ ഇന്ത്യൻ സിനിമയെ തന്നെ പുറപ്പിക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യൻ ഇതിഹാസം എത്തുകയാണ്. രാമായണത്തിന്റെ ദൃശ്യാവിഷ്കാരം കൊണ്ടുവരാൻ പോകുന്ന നിതീഷ് തിവാരി ഒരുക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രം രാമായണ. ഈ ചിത്രം ഏറെ ചർച്ചകളിലാണ്. വമ്പൻ താരനിരയും ബജറ്റുമായി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സിനിമയായിട്ടാണ് രാമായണ ഒരുങ്ങുന്നത്. രൺബീർ കപൂർ, സായി പല്ലവി, യശ് എന്നിവരാണ് സിനിമയിലെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. 2 ഭാഗങ്ങളെ ഒരുങ്ങുന്ന സിനിമയുടെ ആദ്യ ഭാഗത്തിന്റെ ടൈറ്റിൽ ടീസറിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ജൂലൈ 3 ഉണ്ടാകുമെന്നാണ് പിങ്ക് വില്ലയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലോഗോയും ഇതോടൊപ്പം ലോഞ്ച് ചെയ്യും. സിനിമയുടെ ആദ്യ ഭാഗം 2026 ദീപാവലിക്കും രണ്ടാം ഭാഗം 2027 ദീപാവലിക്കുമാണ് പുറത്തിറങ്ങാനിരിക്കുന്നത്. അതോടൊപ്പം 3 മിനിറ്റ് നീളമുള്ള സിനിമയുടെ ടീസറും അണിയറ പ്രവർത്തകർ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ ടീസർ ജൂലൈ 3 പുറത്തിറക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നിതീഷ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായണത്തിൽ രാമനായി രൺബീർ കപൂർ, സീതാദേവിയായി സായി പല്ലവി, ലക്ഷ്മണനായി രവി ദുബെ, രാവണനായി യശ്, ഹനുമാനായി സണ്ണി ഡിയോൾ എന്നിവർ എത്തുന്നുണ്ട്. രാജ്യത്തെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ നമിത് മൽഹോത്രയുടെ പ്രൈം ഫോക്കസ് സ്റ്റുഡിയോയും നടൻ യഷിന്റെ ഉടമസ്ഥതയിലുള്ള മോൺസ്റ്റർ മൈൻഡ്സ് ക്രിയേഷൻസും ചേർന്നാണ് ഈ ബിഗ് ബജറ്റ് സിനിമ നിർമ്മിക്കുന്നത്. ഏകദേശം 835 കോടി രൂപ ബജറ്റിലാണ് രാമായണ ഒരുങ്ങുന്നത്. മാഡ് മാക്സ്, ഫ്യൂരി റോഡ്, ദ സൂയിസൈഡ് സ്ക്വാഡ് തുടങ്ങിയ സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ള സ്റ്റണ്ട് ഡയറക്ടർ ഗൈ നോറിസ് ആണ് സിനിമ
സിനിമയ്ക്ക് ആക്ഷൻ സീക്വൻസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ ചിത്രം ഒരു ഗംഭീര ചിത്രമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ പ്രേക്ഷകരും. ഇതിനൊക്കെ ഒപ്പം തന്നെ മലയാളത്തിൽ നിന്നും മറ്റൊരു അതിശയിപ്പിക്കുന്ന അപ്ഡേറ്റ് കൂടി ഇന്നേ ദിവസം നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. സാക്ഷാൽ നിവിൻ പോളിയുടെ ഗംഭീരമായൊരു സിനിമയുടെ അപ്ഡേറ്റ് ആണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അഖിൽ സത്യനും നിവിൻ പോളിയും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ നിവിൻ പോളി ചിത്രത്തിന്റെ ഒരു ഗംഭീര അപ്ഡേറ്റ് ആണ് ഇന്ന് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. നിവിൻ പോളീസ് നെക്സ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നേ ദിവസം പുതിയൊരു അപ്ഡേറ്റ് വരുന്നത്. നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ ലുക്ക്, അതും അഖിൽ സത്യൻ ഒരുക്കാൻ പോകുന്ന പുതിയ ചിത്രത്തിന്റെ പേര് സർവം മായ എന്നാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇന്നേ ദിവസം 7 PM എത്താൻ പോകുന്ന ഈ അപ്ഡേറ്റിന് ആരാധകർ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അത് ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. നിവിനെ മനസ്സിൽ കണ്ട് എഴുതിയ പാച്ചും അത്ഭുതവിളക്കും ചില കാരണങ്ങളാൽ നിവിൻ ഒഴിഞ്ഞു. അത് മറ്റൊരു താരത്തെ വെച്ച് ചെയ്തു. ശേഷം അഖിൽ സത്യൻ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ഒപ്പം കോ റൈറ്ററായി അൽതാഫ് സലീമും കൈവച്ച ഒരു കോമഡി ഹൊറർ മൂവിയാണ് സർവം മായ എന്ന ഈ ചിത്രം. ഇന്നേ ദിവസം കാത്തിരിക്കുന്ന അപ്ഡേറ്റ് എന്തു തന്നെയായാലും വമ്പൻ പ്രതീക്ഷയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയത്. ചിത്രത്തിന്റെ ടൈറ്റിലും മറ്റുമായിരിക്കും എത്താൻ പോകുന്നത് എന്നും ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എസ്തറ്റിക് കുഞ്ഞമ്മയാണ് ചിത്രത്തിന്റെ ഇപ്പോഴുള്ള പോസ്റ്റർ ഡിസൈനിങ് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അവരുടെ പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ ഗംഭീരമായി ശ്രദ്ധ നേടി. ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന നിവിൻ പോളിയുടെ ലുക്ക് പോസ്റ്ററിനെ കുറിച്ചുള്ള പോസ്റ്ററും ഗംഭീരമായി തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്.